അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്കടുത്ത് ആവള എന്ന സ്ഥലത്താണ്. ഇവിടെ ദീപ്നിയ ആണ് എൻ്റെ കൂടെ ഉള്ളത്. നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ സ്കോർ നീറ്റിന് വാങ്ങിച്ച് ഏറ്റവും ടോപ്പായിട്ട് വന്നിരിക്കുന്നു. കേരളത്തിലെ തന്നെ 1ാം റാങ്ക് ആണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ദീപ്നിയ കേരളത്തിലെ 1ാം റാങ്ക് 643 മാർക്ക് മേടിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ട് മാറിയിരിക്കുന്നു. അത് നമ്മൾ ദീപ്നിയയെ അനുമോദിക്കാനും വന്നിരിക്കുകയാണ്. ദീപ്നിയയുടെ അമ്മയാണ് ടീച്ചർ. എവിടെ? അവളെ കുട്ടകത്ത്. അച്ഛനെ പഠിപ്പിക്കുന്നതും അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, അമ്മ ഹൈസ്കൂളിലാണ്. അപ്പം നമ്മുടെ ഇളയ സഹോദരൻ കുട്ടോത്ത് തന്നെയാണ്. അപ്പോൾ കുട്ടോത്ത് തന്നെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചാണ് ഈ നേട്ടം വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണം, കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ്സിലും പഠിച്ച് +1 +2 പഠിച്ച് പിന്നെ ഒരു വർഷം ബ്രില്യൻറ്റിൽ വന്ന് റിപ്പീറ്റ് ചെയ്താണ് ഈ മാർക്ക് എടുത്തിരിക്കുന്നത്, ഈ റാങ്ക് എടുത്തിരിക്കുന്നത്. പ്രത്യേകം ദീപ്നിയയ്ക്ക് ഞങ്ങളുടെ എല്ലാം അനുമോദനങ്ങൾ. നമ്മുടെ അച്ഛൻ്റെ അച്ഛനുമാണ് ഇരിക്കുന്നത്, പിന്നെ അച്ഛൻ്റെ അമ്മയുമാണ്. രണ്ടുപേരെല്ലാം ഒരു ചെറിയ കുടുംബമാണ്, വളരെ സന്തോഷമായിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ്. നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. ദീപ്നിയ, സന്തോഷമുണ്ടോ? ഇങ്ങനെ നല്ല മാർക്കും റാങ്കും കിട്ടും? സന്തോഷമുണ്ട്. എന്താ ആദ്യം തോന്നുന്നു എന്നതാ? എക്സാം കഴിഞ്ഞപ്പോൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഹാപ്പിയാണ്. പരീക്ഷകളെങ്കിലും ടഫായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഇത്രയും മാർക്കൊക്കെ വാങ്ങിച്ചു. നമുക്ക് അത്ഭുതം തോന്നുന്നു ഇത്രയും മാർക്ക് കിട്ടിയതിന്. തീർച്ചയായിട്ടും ഞങ്ങൾ ദീപ്നിയെ പല പ്രാവശ്യം ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ അഭിപ്രായം എന്താണ് കൊച്ചിൻ്റെ മോളെ പറ്റി? അവള് സ്വന്തമായിട്ട് ഞാൻ പഠിക്കല് അതെ, ചെറുപ്പം മുതലേ അതെ കൂടെ തന്നെയായിരുന്നു പഠിപ്പിച്ചത് അല്ലേ? അച്ഛൻ്റെ സ്കൂളിൽ തന്നെയായിരുന്നു മോളും. അതെ, ഉണ്ട്. ഈ വർഷമാണ് ആ സ്കൂളിലേക്ക് വന്നത്. നേരത്തെ എവിടെയായിരുന്നു? കുറ്റ്യാടി ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. അമ്മ നേരത്തെ അവിടെ തന്നെയുണ്ട്. എന്നാലും അച്ഛനെ മോളെ പറ്റിയുള്ള ഈ ചെറുപ്പത്തിലുള്ള വിജയങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞാൽ. ആദ്യത്തിൽ നടന്നത് LSS പരീക്ഷയാണ്. അതിന് ഒരു മാർക്കില് ജസ്റ്റ് മിസ് എന്ന് പറയാം. അപ്പോൾ അടുത്ത USS കിട്ടി. പിന്നീടാണ് സ്റ്റേറ്റില് കലോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 പരിപാടി പോയി. കലോത്സവത്തിലെ മലയാളം ഉപന്യാസത്തിന് ടോപ്പാ. അതെ, സ്റ്റേറ്റ് ഫസ്റ്റ് ആണോ? A ഗ്രേഡ്. മലയാളം ഉപന്യാസത്തിന് സ്റ്റേറ്റിൽ A ഗ്രേഡ്. പ്രത്യേകം നോട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ. പിന്നീട് സയൻസ് ടാലന്റ് സെർച്ച് എക്സാം കാസർഗോഡ് വെച്ച് നടന്നു. അതിനും A ഗ്രേഡ് കിട്ടി. അതിനും A ഗ്രേഡ്. ഒരു ഔട്ട്പുട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലായത്. അപ്പം അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കാൻ നിർബന്ധിക്കണ്ട, പഠിക്കാനുള്ള കാര്യങ്ങൾ തനിയായിരുന്നു പഠിച്ചോളൂ. ഹാർഡ് വർക്ക് എന്ന് പറയാ ഇഷ്ടം ഏത് സമയത്താണോ നമുക്ക് പഠിക്കാൻ ഇഷ്ടം ആ സമയത്ത് പഠിക്കും. ഈ ഡോക്ടർ ആകണമെന്ന് കൊച്ച് ചിന്തിക്കുന്നത് എന്ന് മുതലായിരുന്നു? ചെറുപ്പത്തിലുള്ള ആഗ്രഹമൊന്നുമല്ല സർ. +1 +2 പഠിക്കുമ്പോൾ ഉള്ള വിഷയമാണ്. അപ്പോൾ അതാണ് എൻ്റെ വേന്ന് മനസ്സിലായി. ഡോക്ടർ ആകണം. ഡോക്ടർ ആകുന്നതിന് സേവനം ചെയ്യാനാണ്. മറ്റുള്ളവരെ സേവിക്കണം അല്ലേ, ശുശ്രൂഷിക്കണം. അതാണ് ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? അതെ. നമ്മുടെ അനിയനെ എന്താ പറയാൻ? ചേച്ചിയെപ്പറ്റി എന്താ പറഞ്ഞത്? ചേച്ചി പാവമാണോ? ചേച്ചി പഠിക്കുന്നത് കാണുന്നുണ്ടോ? കളിക്കാനൊക്കെ കൂടുവോ? അത്യാവശ്യം പഠിത്തമാണ്. അതെ, അപ്ലാ ഫ്രീ ആയത് നല്ല പഠിത്തമൊക്കെയാണ് തീർച്ചയായിട്ടും. അപ്പം മോള് പഠിച്ച സ്കൂളിൻ്റെ പേരൊന്ന് പറയൂ. +1 +2 അല്ലേ? അതെ. അവിടെയുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകർ ആരൊക്കെയായിരുന്നു? +1 എല്ലാവരും നല്ല ടീച്ചേഴ്സായിരുന്നു. അവരൊക്കെ കൊച്ചിനോട് എൻട്രൻസിന് പഠിക്കണോ എഴുതണമെന്നും MBBSന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു അല്ലേ? എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഹയർ സെക്കൻഡറിയിൽ? 1199. ഒരു മാർക്ക് പോയത് ഏതിനായിരുന്നു? ഇംഗ്ലീഷിന് 1 മാർക്ക്. ഫുൾ മാർക്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശരി. നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ പേരെന്താണ്? സജീവൻ സാർ. അപ്പോൾ സജീവൻ സാറിൻ്റെ പ്രോത്സാഹനവും സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ എല്ലാം പ്രോത്സാഹനവും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മളെ എൻട്രൻസിൻ്റെ പഠനമായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഏത് സെൻറ്ററാണ് കൊച്ച് തിരഞ്ഞെടുത്തത്? കോഴിക്കോട് സെൻറ്ററാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ അവിടുത്തെ സെൻറ്ററിനെ പറ്റി മോടെ അഭിപ്രായം എന്താ? സെൻട്രൽ ക്ലാസ് തുടങ്ങിയത് ജൂൺ 6-നായിരുന്നു.
ക്ലാസ് ഒക്കെ ടൈം ടേബിളായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ചാപ്റ്റേഴ്സ് ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു. അപ്പോൾ മോഡൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എക്സാം എഴുതുമ്പോൾ നമുക്ക് അതൊരു ശീലമായി വരിക. പിന്നെ അതിനുള്ള ടെൻഷനൊക്കെ കുറഞ്ഞു അവസാനത്തെ എക്സാംസ് ആകുമ്പോഴേക്കും നമ്മൾ പ്രിപ്പയർഡ് ആവും മനസ്സുകൊണ്ട്. അപ്പോൾ ആ എക്സാംസ് ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒറ്റ ക്ലാസ്സും കളഞ്ഞിട്ടില്ല. പനിയായപ്പോഴോ അസുഖം വന്നപ്പോൾ ക്ലാസ് പോയതുള്ളൂ. പരീക്ഷകളെല്ലാം തന്നെ എഴുതി. എല്ലാം ഇഷ്ടമായിരുന്നു പരീക്ഷകൾ അല്ലേ? പരീക്ഷകളെല്ലാം തന്നെ. ഇപ്പം ഇവിടെ എഴുതുമ്പോൾ അവിടുത്തെ ടോപ്പായിരുന്നല്ലോ അല്ലേ? എത്ര പ്രാവശ്യം ഫസ്റ്റ് വന്നിട്ടുണ്ട്? 8 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ട് അല്ലേ? 8 പ്രാവശ്യം. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ഹോസ്റ്റലിൽ എവിടെ താമസിച്ചത്? അവിടുത്തെ എങ്ങനെയാണ് ജീവിതം? ഞങ്ങളെ വാർഡൻ എൻ്റെ ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു, ആദന മിസ്. ഹോസ്റ്റൽ ലൈഫ് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അവിടെ ചെന്നപ്പോൾ അതിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയി. അപ്പോൾ അവരുടെ സപ്പോർട്ടും മെന്റർമാരൊക്കെ സപ്പോർട്ട് ചെയ്തോ? ഹോസ്റ്റലിലെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. താമസിക്കുന്ന മുറിയിൽ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങളെ മുറിയിൽ 2 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പം സുഖമായിട്ട് പഠിക്കാമായിരുന്നു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ക്ലാസ്സൊക്കെ എപ്പം വരെ ഉണ്ടായിരുന്നു? ക്ലാസ്സൊക്കെ ഡിസംബർ ലാസ്റ്റ് തീർന്നു. ദിവസവും രാവിലെ മുതൽ എല്ലാ ദിവസവും ഉച്ചവരെ അല്ലേ? അവസാനമായപ്പോൾ വൈകുന്നേരം വന്നിട്ടുണ്ട്. മോളെ ഈ വർഷത്തെ നീറ്റ് എഴുതാൻ കൊച്ചു പോയിരുന്നല്ലോ. കഴിഞ്ഞ വർഷം ഭയങ്കര എളുപ്പമായിരുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം എളുപ്പമായിരുന്നു വെച്ച് ആ രീതി ഒരു ചെറിയ മനസ്സിൽ കരുതി ചിലപ്പോൾ അതുപോലെയൊക്കെ വന്നേക്കാമെന്ന്. എന്നാൽ പരീക്ഷാകാലിൽ കയറി കഴിഞ്ഞപ്പോൾ മോൾക്ക് എന്തൊക്കെ സംഭവിച്ചു? കഴിഞ്ഞ വർഷത്തെ എളുപ്പമായതുകൊണ്ട് ഇപ്രാവശ്യത്തെ അത്രയ്ക്ക് എളുപ്പമായില്ലെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അത്യാവശ്യം കോൺഫിഡൻസോടെ തന്നെയാണ് പോയത്. ടെൻഷൻ ഒന്നും എക്സാം ഹാളിന് മുന്നേ കയറുന്നതിന് മുമ്പേ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏത് സബ്ജക്റ്റ് ആദ്യം എഴുതിയത്? ഫസ്റ്റ് ബയോളജി, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി. ബയോളജി എഴുതിയപ്പോൾ എന്ത് തോന്നി? ബയോളജി എഴുതിയപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ട് ഉള്ളത് ഞാനിവിടെ റൗണ്ട് ചെയ്ത് വെച്ചു. അപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ ഞാൻ ഫിസിക്സിലോട്ടാണ് പോയത്. സമയം കൂടുതലെടുത്തോ ബയോളജിക്ക്? ബയോളജി സാധാരണ 40 മിനിറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യലുണ്ട്. ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഫിസിക്സ് പോയി. സാധാരണ ഞാൻ 1 അവർ ഫിസിക്സ് ഏകദേശം ഒക്കെ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്രാവശ്യം 1 അവർ എല്ലാ ക്വസ്റ്റ്യൻസ് വായിച്ചെത്താൻ പറ്റിയില്ല. അപ്പോൾ 4 ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കാൻ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് കെമിസ്ട്രി എഴുതി. കെമിസ്ട്രി അത്യാവശ്യം സ്പീഡിലേക്ക് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്സിലോട്ട് തിരിച്ചു. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മൾ ഇതുവരെ നീറ്റിന് വരാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ JEE പരീക്ഷ എഴുതിയായിരുന്നു. ആ JEE മെയിൻ എഴുതിയപ്പോൾ ഇതായിരുന്നു എളുപ്പം? മെയിനായിരുന്നു എളുപ്പം. അപ്പം JEE മെയിന് 75 ക്വസ്റ്റ്യനും 3 മണിക്കൂറാണ്. അതേസമയം ഇത് 180 ക്വസ്റ്റ്യനും 3 മണിക്കൂറാണ്. അപ്പോൾ മോളെ സംബന്ധിച്ച് എത്രയോ വലിയ നേട്ടമാണ്. കാരണം JEE മെയിനേക്കാളും ടഫ് ക്വസ്റ്റ്യനാണ്. അതിനേക്കാൾ വളരെ കുറച്ച് സമയം. അതുകൊണ്ട് മോളെ ഒന്നും കൂടെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടോ. പരീക്ഷ എല്ലാം കഴിഞ്ഞല്ലോ. ഇറങ്ങി വന്നപ്പോൾ മോൾ എന്താ പറഞ്ഞ അച്ഛനോട്? ഇറങ്ങി വന്നപ്പോൾ എക്സാം അത്യാവശ്യം ടഫായിരുന്നല്ലോ. ഞാൻ ഒരു പ്രതീക്ഷ അറ്റമട്ടിലായിരുന്നു. എനിക്ക് ഉറപ്പില്ല എല്ലാവർക്കും ടഫാണെന്ന് അറിയത്തില്ല. ആരോടൊന്നും ചോദിച്ചില്ല? ഇല്ല, കുട്ടികളൊക്കെ നോർമൽ. അത് ഞങ്ങൾ വിട്ടത് അവസാനമായിരുന്നു. കുറച്ച് എക്സ്ട്രാ ടൈമുള്ള ഒരു കുട്ടി ഉള്ളത് കൊണ്ട് കുറച്ച് ലാഗായിരുന്നു. അതായത് പരീക്ഷാ ഹാളിൽ കറക്റ്റായിട്ട് ടൈം കിട്ടിയോ? ടൈം കുഴപ്പമില്ലാതെ തന്നെ കിട്ടി. അവരാരും ശല്യപ്പെടുത്താനൊന്നും വന്നില്ല. ഇല്ല. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ മോള് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നു. മമ്മിയാണ് ആദ്യം കണ്ടത്. മമ്മിക്ക് എന്തായിരുന്നു അഭിപ്രായം? കുറെ കുട്ടികൾ വരുന്നു. അവരൊക്കെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഇവളും ഞാൻ ചിരിച്ചുകൊണ്ട് ചെന്നപ്പോ എനിക്ക് ടഫായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് വണ്ടി കയറി. പിന്നെ വലിയ പ്രയാസത്തിലായിരുന്നു. ഞാൻ സാറെ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട് നല്ല പ്രയാസമായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയത്. രാത്രി തന്നെ സാറ് വിളിച്ചപ്പോ ഇവള് ഫോണ് വാങ്ങിയില്ല. ഞാൻ എന്നോട് പറഞ്ഞു പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഏകദേശം ഒന്ന് മാർക്ക് നോക്കിയല്ലോ കിട്ടിയപ്പോ. പിന്നെ പതുക്കെ റെഡിയായി വന്നു. അച്ഛന് എന്താ അഭിപ്രായം? ഇറങ്ങി വന്നപ്പോൾ ഞാൻ 1-2 പേരോട് അഭിപ്രായം ചോദിച്ചു കുട്ടിയാണ്. അപ്പൊ അതിനാണ് കാണുന്നത് ഒരു SI കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറാവുന്നതാണ്. എന്റെ ജോലി കണ്ടില്ല. അപ്പൊ അങ്ങനെ ടെൻഷൻ അടിച്ച് വരുന്നവരാണ് ഞാൻ കാണുന്നത്. പൊതുവെ സംസാരം കുറവാ. അപ്പൊ അന്ന് വിഷമാന്ന് പറഞ്ഞു. പിന്നീട് ഇവിടുന്ന് നമ്മള് ഭക്ഷണമൊക്കെ നന്നായി കഴിക്കണം, അല്ലെങ്കിൽ ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കടേന്റെ പിള്ളേർ നിർത്തിയപ്പോ ഇറങ്ങുന്നില്ല. അപ്പൊ തന്നെ മനസ്സിലായി ടഫാണെന്ന്. പിന്നെ എനിക്ക് ഉള്ളൊരു ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ ബ്രില്യന്റിന്റെ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ ഉയർന്ന സ്ഥാനം കിട്ടിയ സംബന്ധിച്ചിടത്തോളം എന്തായാലും അഡ്മിഷൻ കിട്ടിയ ഒരു റാങ്ക് എന്തായാലും വരും. അതായത് നല്ലൊരു മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന രീതിയിലുള്ള മാർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു.
ഞാൻ കൂടുതൽ പറഞ്ഞില്ലെങ്കിലും അതെ. ആ ഒരു പ്രതീക്ഷയാണ്. കാരണം നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന അതെ. ഒരു അത് നന്നായി കൽമ ആ ചിന്ത ആ രീതിയിൽ പോയത്. ഇനി നമ്മുടെ വലിയച്ഛന് നമുക്ക് ഈ മോളെ പറ്റി എന്താ അതിൻ്റെ അഭിപ്രായം പറയാനുള്ളത്? മോള് ആ വളരെ നന്നായി പഠിച്ചോണം തന്നെയായിരുന്നു. അതെ, അയക്കാൻ നമുക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരികയില്ല, ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. അയക്കാൻ വലിയച്ഛനല്ലേ ഇവർ സ്കൂളിൽ പോകുമ്പോൾ വലിയച്ഛനല്ലേ കൂടെ വളർത്തത് അല്ലേ? നോട്ടമൊക്കെ നിങ്ങളല്ലായിരുന്നോ കൂടുതൽ നോക്കുന്നത്? നിങ്ങളല്ലായിരുന്നോ? അമ്മയുടെ അഭിപ്രായം എന്താ? നമുക്കതൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ വന്ന് ഇന്ന് പഠിച്ചോളും അല്ലേ? അതെ. ബ്രില്യൻറ്റിൻ്റെ തന്നെ മിക്ക പരീക്ഷകളിലും ദീപ്നിയായിരുന്നു ഫസ്റ്റ്. ഞങ്ങളുടെ മൊത്തത്തിൽ ബ്രില്യൻറ്റിൽ 10,000 ആൾക്കാർ എഴുതുമ്പോൾ ഫസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അതിനകത്ത് മാറ്റം വരികയല്ല. ഈസി ആണെങ്കിലേ മാറ്റം വരുള്ളൂ. ടഫ് പരീക്ഷ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ലെവൽ മാറുകയല്ല. കാരണം അതിൻ്റെ അകത്ത് വേറെ ആരും മാറി കയറി വരികയല്ല. അത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഞാൻ ജോർജിനോട് അന്ന് തന്നെ പറഞ്ഞു, പരീക്ഷ കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ടഫാണ്, ദീപിനിയേക്കായിരിക്കും ഫസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതേസമയം ഈസി ആണെങ്കിൽ പലരും ചേഞ്ച് വരും, ചേഞ്ച് കയറി വരും. അപ്പോൾ സ്വാഭാവികമായും അത് ടഫ് വന്നത് ദീപിനെ സംബന്ധിച്ച് വളരെ നല്ലത് തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളുടെ ബ്രില്യൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു. നമുക്കൊന്നും പ്രത്യേകിച്ച് പറയേണ്ടി വന്നിട്ടുമില്ല. എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യും. പല ക്ലാസ്സുകളും പഠിപ്പിക്കാൻ വരുമ്പോഴും എല്ലാ ചാപ്റ്ററും അറിയാവുന്നതാണ് കുട്ടി. എങ്കിൽ പോലും എല്ലാം ശ്രദ്ധിക്കും, പരീക്ഷകളെല്ലാം എഴുതും, ഒന്നിനും പിടിയില്ല. പനിയാണെങ്കിൽ പോലും പരീക്ഷ വന്ന് എഴുതിയ അനുഭവമാണ്. മോൾക്ക് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ഇനിയിപ്പം പുതിയ പിള്ളേർ വരുന്നുണ്ട് ഇഷ്ടം പോലെ പഠിക്കാൻ അടുത്ത വർഷം, അവർക്ക് എന്തൊരു ഉപദേശം? ഫസ്റ്റ് തന്നെ ബ്രില്യൻറ്റിന്റെ മെത്തേഡ്സിൽ വിശ്വസിക്കുക. അവർ നമ്മളെ കൊണ്ടുപോകുന്ന എക്സാംസ് ആയാലും ക്ലാസ്സസ് ആയാലും അത് നമുക്ക് വേണ്ട രീതിയിൽ തന്നെ എടുത്തു തന്നിരിക്കും. അതിനെ വിശ്വസിച്ചിട്ട് അവരുടെ ഒപ്പം തന്നെ അവർ പറയുന്നത് കേട്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് തന്നെ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ബാക്കോട്ട് പോകാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. ടെൻഷൻ അടിച്ചാൽ സമയം കൂടി നമുക്ക് വേസ്റ്റ് ആവുക ചെയ്യുന്നത്, പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടുന്നില്ല. നമുക്ക് എല്ലാ സപ്പോർട്ട്സും നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സും മെന്റേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ തരുന്നുണ്ട്. എന്തായാലും നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക അടുത്ത വർഷം. അതെ, നമുക്ക് അടുത്ത വർഷം ശ്രമിക്കുമ്പോൾ ആദ്യം മുതലേ NCERT ബേസ് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്? NCERT ഞാൻ മെയിനായിട്ട് NCERT ബേസ് ചെയ്ത് തന്നെയാണ് പഠിച്ചത്. ഔട്ട് ഓഫ് സിലബസ് അധികം നോക്കിയിട്ടില്ല. പിന്നെ ഈ ക്ലാസ്സസിലൊക്കെ സാറ് എക്സ്ട്രാ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്തിട്ട് വേറെ സെപ്പറേറ്റ് ഡയറിയിൽ വെക്കും. എന്നിട്ട് ഞാനത് എക്സാമിനോട് അടുപ്പിച്ചൊന്ന് വായിച്ചു നോക്കിയിട്ടേ ഉള്ളൂ. അപ്പം NCERT നമ്മൾ ശരിക്കും പഠിച്ചു. ഞാൻ ചോദിക്കട്ടെ, ബയോളജിയൊക്കെ കാണാപ്പാടം പോലെ അറിയാൻ മേലായിരുന്നോ? അറിയാമായിരുന്നു ബയോളജി. അത് നമ്മൾ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇനി എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കണം, ബയോളജി നന്നായി വായിക്കണം. ഒരു 50 പ്രാവശ്യമെങ്കിലും കുട്ടികൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. മോളെ എത്ര പ്രാവശ്യം വായിച്ചിട്ട് കാണുകയല്ലേ? എത്ര പ്രാവശ്യം കാണും മൊത്തത്തിൽ? ഈ 2 വർഷം കൊണ്ട് ഒരു 50 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് കാണുകയല്ലേ? ഉണ്ടാവും. കെമിസ്ട്രി നന്നായി വായിച്ചിട്ടില്ലേ? ഉണ്ടാവും. ഈ ബ്രില്യൻറ്റ് വന്നിട്ട് ഇപ്പോൾ ബ്രില്യൻറ്റിനെ പറ്റി പറയാൻ വേണ്ടിയല്ല ചോദിച്ചു, മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രില്യൻറ്റിലെ എന്താണ്? ക്ലാസ്സസ് തന്നെയാണ്. ക്ലാസ്സസ്, പിന്നെ അതിൻ്റെ പരീക്ഷകൾ, മോഡൽ എക്സാമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എല്ലാം പിന്നെ ക്ലാസ് റൂമും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം ഒരു കുഴപ്പമില്ല, എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞ വർഷം എന്തായിരുന്നു മോളിൻ്റെ നീറ്റിൻ്റെ സ്കോർ? 646 കിട്ടുക നോക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ചുമ്മാ അതൊന്നും വന്ന് കയറി കുട്ടിയല്ല. കഴിഞ്ഞ വർഷം നമുക്കറിയാം 720 പരീക്ഷ വളരെ ഈസി ആയിരുന്നു. അപ്പോൾ 652 വരെയാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ MBBS കിട്ടിയിരുന്നത്. അപ്പോൾ മോള് 642 അതിൻ്റെ അടുത്ത് വന്ന് നിന്നു. തീർച്ചയായിട്ടും അവിടെ നിന്ന് കയറി വന്നതാണ്. അതുകൊണ്ട് അർഹത തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ബ്രില്യൻറ്റ് വന്ന് പഠിച്ചു എന്നത് ശരിയാണ്. മോളുടെ കഴിവുകൊണ്ട് തന്നെയാണ് ഈ റാങ്ക് കിട്ടുന്നത്, ഈ മാർക്ക് കിട്ടുന്നത് കേട്ടോ. ചെറിയ കുട്ടികൾ വരെ പഠിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും മോളൊരു മാതൃകയാണ്. അതായത് അല്പം മാർക്ക് കുറഞ്ഞാലും സങ്കടപ്പെടാതെ വീണ്ടും ഒന്നും കൂടെ വർക്ക് ചെയ്യാൻ തോന്നിയല്ലോ, അത് തന്നെ മോളെ കാര്യമായ ഒരു നേട്ടത്തിലേക്ക് കൊണ്ടുവന്നു. മോളുടെ ഇനി ലക്ഷ്യം എന്താ? എയിംസ് ആണോ അതോ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണോ? ജിമ്മറിൽ പഠിക്കണമെന്ന് തന്നെയാണ് മോളുടെ ആഗ്രഹം. അപ്പം എയിംസും ഉണ്ട് കേട്ടോ. എല്ലാം നോക്കണം. നമ്മുടെ ശിവൻ സാറിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 100% നമുക്ക് ആ കോളേജിലെ പറ്റി ഒന്ന് പഠിക്കണം. ഇന്ത്യയിലെ ഏറ്റവും നല്ലത് നമുക്ക് എയിംസ് ഡൽഹിയാണ്. അവിടെ കിട്ടുവാണെങ്കിൽ അവിടെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. വേണമെന്നില്ല. രണ്ടാമത് നമുക്ക് ജിമ്മറായിട്ട് സെലക്ട് ചെയ്യാം. മൂന്നാമത് മറ്റ് എയിംസുകളൊക്കെ ഉണ്ട്. എന്നാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ് നമുക്ക് നിങ്ങളുടെ അടുത്തുള്ള നല്ല കോളേജാണ്. കഴിഞ്ഞ 30 വർഷത്തെ ഫസ്റ്റ് റാങ്ക് ആര്യ, നമ്മുടെ താമരശ്ശേരിക്കാരിയാണ്. കോഴിക്കോട് ജില്ല തന്നെയായിരുന്നു അല്ലേ? താമരശ്ശേരി കോഴിക്കോട് ജില്ലയാണല്ലോ. ആ ജില്ലയിൽപ്പെട്ട ആര്യ എന്തായാലും ഡൽഹി എയിംസ് എടുത്തില്ല, പകരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുത്ത്. ഞാൻ ചോദിച്ചപ്പോൾ ആര്യ പറഞ്ഞത്, എൻ്റെ നാടാണ് കോഴിക്കോട്, എനിക്ക് എൻ്റെ നാട്ടിൽ പഠിച്ചാൽ മതി,
എന്നാണ് ആര്യ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് നല്ല സ്വഭാവമാണ്. എങ്കിലും നമുക്ക് കൂടുതൽ അവസരം കിട്ടുന്നത് ഒരിക്കലും കളയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. എവിടെയായാലും അത് പോയി പഠിക്കാൻ നമുക്ക് ഇന്ത്യയിൽ പഠിക്കാമല്ലോ, നമുക്ക് തുല്യ അവകാശമുണ്ടല്ലോ പഠിക്കാനെന്ന്. അപ്പോൾ സ്വാഭാവികമായും ഇത് മറ്റുള്ളവർക്കൊരു ഗുണമാകട്ടെ. അതായത് നമ്മൾ ഡോക്ടർ ആകുന്നത് തന്നെ ഈ ലോകത്തിന് തന്നെ ഗുണമുണ്ടാകാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ നല്ല ആൾക്കാർ ഡോക്ടർമാരാകുന്നതും നല്ല പഠിക്കുന്നവർ ഡോക്ടർമാരാകുന്നതും എല്ലാം സമൂഹത്തിന് നല്ലതാണ്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും വല്യച്ഛനും വല്യമ്മയ്ക്കും അനിയനും ഒക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കൊച്ചിനെ എത്തമ്പളത്തിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ആക്കി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ കൊടുത്തു. പഠിക്കാനുള്ള എല്ലാം കൊടുത്തു. നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. നമ്മൾ പഠിപ്പിക്കാൻ പറ്റിയല്ല. ബ്രില്യൻറ്റിലും അനേകം കുട്ടികൾ പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒന്നും MBBS കിട്ടുന്നില്ല, പക്ഷേ അനേകം പേർക്ക് കിട്ടുന്നുമുണ്ട്. അവിടെ എല്ലാം കിട്ടുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു കണ്ടീഷനുണ്ട്, കുട്ടികൾ പഠിച്ചാലേ കിട്ടൂ, അവർ ശ്രമിച്ചാലേ കിട്ടൂ. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പറയും, ഏത് റിസൾട്ട് ഉണ്ടായാലും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ആ മോൾക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ആ മോന് തന്നെയാണ്. പിന്നെ ഒപ്പം വേണേൽ വീട്ടുകാർക്കും അവകാശപ്പെടാം. ബ്രില്യൻറ്റിന് അങ്ങനെ അവകാശങ്ങളൊന്നുമില്ല. കാരണം ഒത്തിരി പിള്ളേരുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നീ മോൾക്ക് വേറെ എന്തെങ്കിലും അച്ഛനെപ്പറ്റി അമ്മയെപ്പറ്റിയൊക്കെ എന്താ പറയേണ്ടത്? പഠിക്കുന്നതിനൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ എന്നോട് ഇന്നതാവണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എന്നെ ബ്രില്യൻറ്റും കൂടെ ചേർത്ത്. അതെ, എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. ഈ +1 +2 പഠിക്കുന്നത് അങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിരുന്നോ? ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്നുള്ളൂ. ട്യൂഷൻ ക്ലാസ് അത്രേ പോയിട്ടുള്ളൂ. സ്വാഭാവികമായി കാര്യമായി പ്രിപ്പറേഷൻ നടത്തിയിരുന്നില്ല. ചിലപ്പോൾ നടത്തിയിരുന്നെങ്കിൽ അന്ന് കിട്ടിപ്പോയാനെ. അങ്ങനെ കിട്ടിപ്പോയിരുന്നെങ്കിൽ അന്ന് ചെറിയ സ്ഥലങ്ങളിലൊക്കെ കിട്ടുമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം വലുത് തന്നെ കിട്ടി. ഒരർത്ഥത്തിൽ നല്ലതാണ് 1 വർഷം പോയാലും കേട്ടോ. നമ്മൾ ഏറ്റവും അച്ഛൻ പറഞ്ഞു കൊടുത്തേ, ഈ കുട്ടി ചെറുപ്പം മുതൽ ആദ്യത്തെ പഠിച്ച എവിടെയാ? പഠനത്തിൽ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയതാണ് പൊതുവിദ്യാഭ്യാസം എന്ന രീതിയിൽ അംഗനവാടിയിലാണ് പഠിച്ചത്. അതിനുശേഷം അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് ഗവൺമെന്റ് LP സ്കൂളുണ്ട്, അവിടെ പഠിച്ചു. LP സ്കൂൾ മലയാളം മീഡിയത്തിൽ പഠിച്ചു. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ UP സ്കൂളിൽ അവിടെ മലയാളം മീഡിയമാണ്. അത് മലയാളം മീഡിയം. അതിനുശേഷം ഹൈസ്കൂളിൽ അതും മലയാളം മീഡിയം. മീഡിയമാണ് പഠിച്ചത്. അപ്പോൾ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ +1 +2 അത് ഗവൺമെന്റ് സ്കൂൾ. അതെ, പലപ്പോഴും പല തെറ്റിദ്ധാരണകളുണ്ട്. അതായത് പഠിക്കുന്നത് ഏറ്റവും വലിയ സ്കൂളിൽ പോകണമെന്നും ഏറ്റവും നല്ല അങ്ങനെ പോയി പഠിച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ധാരണകളുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചാലേ പറ്റുള്ളൂ എന്നൊക്കെ. ആ ധാരണ തിരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളെ ദീപ്നിയ മോള് ഈ കേരളത്തിലെ 1ാം റാങ്കിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് സന്തോഷമാണ്. എന്ന് വെച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല. ഏത് സിലബസും നല്ലതാണ്. പക്ഷേ മലയാളം മീഡിയത്തിൽ പഠിച്ചാലും കിട്ടും. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം നമ്മൾ അത് അംഗീകരിക്കണം. നമ്മുടെ മലയാളം മക്കളാൽ പലർക്കും പല പാവപ്പെട്ടവർക്കും പലരും പ്രാപ്യമല്ല. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെയാണ്. പക്ഷേ എന്നാലും ചിലപ്പം ചില തോന്നലുണ്ട് പഠിച്ചാൽ കിട്ടിയാലെന്നൊക്കെ. അവിടെ പഠിച്ചാലും കിട്ടും. പഠിച്ചാൽ മാത്രം മതി. കിട്ടുന്ന സമയം നല്ല ഭംഗിയായിട്ട് പഠിച്ച് ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് അവരാ സമയം ക്ലിയറായിട്ട് പോയാൽ എവിടെ പഠിച്ചാലും കിട്ടും. കുട്ടി പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് NCERT ബുക്കാണ്. അത് ക്ലിയറായിട്ട് വായിച്ച് പഠിച്ചു പോകണം. തറവായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് കാണാപ്പാടം പോലെ പഠിക്കണം. Brilliant Study Center, India's #1 coaching center for NEET and JEE.